സൂപ്പർ മൂവി, അടിപൊളി, ഭയങ്കര ഗ്രിപ്പിങ്ങും. ഒരു രക്ഷയില്ല, ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ കത്തുന്ന പോലെ. അടിപൊളി കേട്ടോ. ആക്ടേഴ്സ് എല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഷാഹി കബീർ സൂപ്പർ. പിന്നെ നമ്മുടെ ആക്ടേഴ്സ് ലീഡ് റോൾസ് ചെയ്ത ദിലീഷ് പോത്തനും റോഷൻ മേത്തയും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അടുത്ത് ബാക്കി വന്നിരിക്കുന്ന ഓരോ ആൾക്കാർ, ഇപ്പം എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ DYSPയുടെ റോൾ ചെയ്ത അരുൺ ചെറുകാവിൽ, പിന്നെ നമ്മുടെ നന്ദനുണ്ണി, സുദീപ് കോപ്പ, ഇടയ്ക്ക് ലൈറ്റർ മൂവ്മെന്റ്സും ഉണ്ട്. നമുക്ക് ഭയങ്കര റോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് പോലീസ് പാട്രോളിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും സിനിമ കണ്ട. വൻ സിനിമയാണ്, കാണണം. നല്ല സിനിമ, ഭയങ്കര രസമായിട്ടുള്ള സിനിമ. നമ്മൾ പലപ്പോഴും പോലീസുകാരെ പുറത്തു നിന്നാണല്ലോ കാണുന്നത്. പുറത്തു നിന്നാണ് അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയിൽ അവരെന്താ ചെയ്യുന്നത് അതൊന്നും നമുക്കൊരു ധാരണയില്ലല്ലോ. ഇപ്പൊ ഇതൊരു പോലീസുകാരൻ തന്നെ തിരക്കഥ എഴുതിയിട്ട് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള. ഇപ്പൊ ഭയങ്കര നോയ്സിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാർഡ് കോർ കമേഴ്ഷ്യൽ സിനിമ തോന്നുന്ന സിനിമയല്ല, പക്ഷെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു, നമുക്ക് നല്ല ഇമോഷണൽ ട്രിപ്പ് ഒക്കെ തരുന്ന ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. Very interesting. Potan and Roshan are superb. അടിപൊളിയോ, ഉഗ്രം പടം. അല്ല അടിപൊളി പടങ്ങൾ, ഉഗ്രം പടം കേട്ടോ. മസ്റ്റ് വാച്ച്. നന്നായിട്ട് വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മൾ യൂഷ്വലി പോലീസുകാരുടെ സിനിമ എന്ന് പറയുമ്പോൾ കാണുന്ന ഒരു ആസ്പെക്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ള സിനിമയാണ്. അതായത് ഏത് ആഘോഷങ്ങൾ വന്നാലും നമ്മൾ ഏറ്റവും സെക്യൂർഡ് ആയിട്ട് നമ്മുടെ ഫാമിലിയുടെ ഒത്ത് ആഘോഷിക്കുമ്പോൾ അതല്ലാത്തൊരു പോലീസ് ലൈഫ് കാണിച്ചു തരാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ നായാട്ട് കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടായ അതേ ഒരു മരവിപ്പ് ഫീലുമായിരുന്നു. കാരണം സിസ്റ്റത്തെ സാധാരണക്കാരന് വെല്ലുവിളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ട് എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടമാണ്. പെർഫോമൻസ് ഒന്നും പറയാനില്ല. റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീഷ് ഏട്ടൻ ഒരു രക്ഷയില്ല. നമ്മളെല്ലാവരും ലാസ്റ്റ് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു മരവിപ്പും ആ ഒരു സങ്കടവും ഇമോഷൻസും എല്ലാം അത് ദിലീഷ് ഏട്ടൻ നമുക്ക് എല്ലാവർക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മൂവി എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഫീല് അത് വേറെ, കാണാൻ നല്ലൊരു മൂവിയാണ്. നല്ലൊരു സിനിമയാണ്, തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. മനുഷ്യരായ പോലീസുകാരുടെ കഥ ഏറ്റവും നല്ല രീതിയിൽ കാണിച്ചിട്ടുള്ള ഷാഹിയുടെ വളരെ മികച്ചൊരു കഥയും സംവിധാനമാണ്. കേട്ട് തന്നെ ഒന്ന് കാണുക. റെസ്പോൺസിൽ ഭയങ്കര ഹാപ്പിയാണ്. കൂടുതൽ ആൾക്കാർ പടം കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട്. ഒരുപാട് നാളായിട്ട് ട്രാവൽ ചെയ്യുകയാണ് ഈ സിനിമയുടെ കൂടെ. അപ്പോൾ ഇത് ഇപ്പോൾ റിലീസാവുന്ന ദിവസം ഫസ്റ്റ് പടം സ്ക്രീനിൽ ഓടി തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങളെല്ലാവരും ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് അത് വർക്കാവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഷാഹിയുടെയും പോത്തോട്ടിൻ്റെയും ഒക്കെ ബെസ്റ്റ് വർക്കായിട്ട് തോന്നുന്നു. പടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷെ എങ്കിലും സത്യസന്ധമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. പോത്തേൻ്റെ പെർഫോമൻസ് സ്പെഷ്യലി ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പടം ആൾക്കാർക്ക് ഇമോഷണലി വർക്ക് ആവുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ കാണാൻ ഷാജി സാറിന്റെ പോലീസ് സ്റ്റോറീസിൽ ഒരു യൂണിവേഴ്സ് പോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നായാട്ടിൽ ചെറിയൊരു റെഫറൻസ് കഴിഞ്ഞു, അപ്പോൾ ഒരു വേറെ യൂണിവേഴ്സ് ക്രിയേറ്റ് ആക്കുന്നത് തോന്നിയാണ്. ഒരു ഷാഹിക ഒരു പോലീസ് യൂണിവേഴ്സ് ഒക്കെ മലയാളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഷാഹിയുടെ തന്നെ ആവേണ്ടത്. അതുകൊണ്ട് അങ്ങനെ വർക്കൗട്ടായി വരട്ടെ ആഗ്രഹമുണ്ട്.